സന്ദേശം എടുക്കുകൊണ്ട് ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ തടസ്സമുണ്ടെങ്കിൽ കാര്യം വ്യക്തമാണ്, കർത്താവ് അവിടെ കൂടുതൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് തടസ്സങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തടസ്സങ്ങൾ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. പുറവശത്തിരിക്കുന്ന ആളുകളെ ഒന്നും എൻ്റെ കണ്ണാടിയുടെ പവറിനുള്ളിൽ എത്തുന്നില്ല എങ്കിൽ സാരമില്ല. കർത്താവ് ഒത്തിരിയേറെ സൗഖ്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ തന്നെ കുർബാനയുടെ അവസരത്തിന് കർത്താവ് ഒത്തിരിയേറെ സൗഖ്യവും വിടുതലും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയോടുകൂടി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മത്തായിയുടെ സുവിശേഷ സംഭവമാണ്. അപ്പോൾ നമുക്കൊക്കെ സുപരിചിതമായ വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നിങ്ങൾ കർത്താവ് കേട്ടിട്ടുള്ളതാണ്, അധ്വാനിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പിന്നെന്താണ് കർത്താവ് ഒരു നുകത്തെക്കുറിച്ച് പിന്നീട് പറയുന്നത്? എന്നാ, എൻ്റെ നുകം മധുരമുള്ളതാണ്, സ്വീറ്റാണ്. പിന്നെ അപ്പോൾ ഇത് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുക. അപ്പോൾ നമ്മൾ തിയോളജിക്കൽ സൈഡിലേക്ക് അധികം പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്, സാത്താൻ നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന കുറേ മേഖലകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ശതമാനം ആളുകൾക്കും അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസമുള്ള കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കിടന്നിങ്ങനെ തുഴയുന്നുണ്ട്, പക്ഷേ എങ്ങും എത്തില്ല. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന് പറയും. കോട്ടയത്തെ ഒരു മൈതാനമാണ് എന്ന് പറഞ്ഞാൽ അവിടെ പണ്ട് കടവൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ തുഴച്ചിലും ഊന്നലും എല്ലാം കഴിഞ്ഞിട്ടും നമ്മുടെ വഞ്ചി ഒരടി പോലും മുമ്പോട്ട് പോകാത്ത അവസ്ഥയിൽ ഒത്തിരിയേറെ ഇവിടെ നിന്ന് വന്നിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ആ പ്രശ്നമുണ്ട് എന്ന് കർത്താവ് വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യാണ്. പ്രത്യേകിച്ച് നമ്മൾ ആ നുകത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കർത്താവ് തരുന്ന നുകമുണ്ട് അല്ലേ? കർത്താവ് തരുന്ന ഭാരത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത്? വളരെ ലഘുവാണ്, നമുക്കത്ര ബുദ്ധിമുട്ടില്ലാത്ത സംഗതിയാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് തരാത്ത നുകങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് തരാത്ത നുകങ്ങൾ ഭയങ്കര ടയർസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുമക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ ആകുലപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കാണും. അപ്പോൾ ഈ നുകം എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം ബൈബിളിൽ നമ്മൾ 3 കാഴ്ചപ്പാടുകളിലാണ് നമ്മളതിനെ കാണുക. ഒന്ന്, ഈശോയുടെ ശിഷ്യത്വം, അതൊരു നുകമാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ഈശോയുടെ ശിഷ്യത്വം നമ്മൾ ഏറ്റെടുത്ത ഈശോയുടെ ശിഷ്യന്മാരാണ് ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ നുകം നമ്മൾ യഥാർത്ഥത്തിൽ എടുത്തത് കർത്താവിനെ നമ്മൾ രക്ഷകനെന്നും നാഥനുമായി സ്വീകരിച്ച മാമോദീസായിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ മാമോദീസായിലൂടെ കർത്താവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിച്ച നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരാത്ത ചില നുകങ്ങൾ ഓവർബേർഡൻ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ആഡോൺസ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലായിട്ട് വരുന്നു. അത് പിന്നീട് നമുക്ക് ചുമക്കാൻ പോലും പറ്റാത്ത അവസ്ഥകളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ട് എത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഡിസേബിൾഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. അതായത് ഒരു നുകം എന്ന് പറയുന്ന സാധനമൊക്കെ അറിയാമല്ലോ, ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്കൊന്നും അറിയില്ലേ. നുകം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കർഷകരൊക്കെ നില ഉഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കാളകളുടെ കഴുത്തിലേക്ക് ആ നുകം വെച്ച് അതിനെ കെട്ടിയിട്ടാണ് ഉഴുതെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്. ഈശോ പറഞ്ഞു, അപ്പോൾ കർത്താവ് തരുന്നത് നുകമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ നുകത്തിൻ്റെ എൻ്റെ കഴുത്തെ വെച്ച നുകത്തിൻ്റെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. അപ്പോൾ കർത്താവ് തന്ന നുകത്തിൻ്റെ ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഭാഗം ഞാൻ ഏറ്റെടുക്കുന്ന നിമിഷം മുതൽ എൻ്റെ നുകത്തിൻ്റെ മറുവശത്ത് ആരുണ്ട്? കർത്താവുണ്ട്. അപ്പോൾ ഈ ഒരു ബോധ്യമാണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നും, എൻ്റെ ജീവിതം പോയി, നീ കഷ്ടപ്പെട്ടിട്ടൊരു കാര്യമില്ല, ഫലമില്ല, എന്നാൽ പിന്നെ ആത്മഹത്യ ചെയ്തേക്കാം, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ തോന്നിവാസം ജീവിച്ചേക്കാം. ഇങ്ങനെയൊക്കെ പോകുന്ന പല കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്, എൻ്റെ കൂടെ ഈ നുകം വഹിക്കാൻ കർത്താവ് ഉള്ളത് കൊണ്ട് ഈ നുകം എനിക്ക് വളരെ ലഘുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന സോക്കോൾഡ് നമ്മുടെ ഭാരങ്ങൾ എല്ലാം നമുക്ക് ചുമക്കാൻ പറ്റാത്തതായിട്ട് ഒരു ഭാരവും കർത്താവ് നമുക്ക് തരികയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഭാരങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനിയും ഈ പറഞ്ഞ
നമ്മുടെ കുറച്ച് സമയങ്ങൾ കൊണ്ട് നമ്മൾ ഇനിയും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഈശോ തരുന്ന നുകം എന്ന് പറയുന്നത് ഈസിയാണ്, ചുമക്കാൻ എളുപ്പമുള്ളതാണ്. രണ്ടാമത്, അതിൻ്റെ ഭാരം വളരെ കുറവാണ്. ഇത്രയും അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിൽ നമ്മുടെ ജീവിതത്തിൽ അമിതമായ ഭാരമാണ് ഞാൻ ചുമക്കുന്നത് എന്ന് എല്ലാവരും ഒന്ന് കണ്ണടച്ചു കേട്ടോ. ആരും നോക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണടച്ചിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരം എനിക്ക് ചുമക്കാവുന്നതിനപ്പുറത്തേക്കാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒന്ന് കരമുയർത്തുക. ഹല്ലേലൂയ. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന മക്കൾ ജീവിതത്തിൻ്റെ ഭാരം ചുമക്കാനാവാതെ വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, മുൻപോട്ട് നീങ്ങാൻ പോലും ആവാത്ത വിധത്തിൽ വിഷമസന്ധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ നിമിഷം നടക്കുന്ന ശുശ്രൂഷയിലൂടെ അവരുടെ ജീവിതത്തിലുള്ള എന്തെല്ലാം പ്രതിസന്ധികളോ തകർച്ചകളോ പരാജയങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം വിടുതൽ നൽകി കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം തന്നെ കുറേയേറെ കെട്ടുകളെ കർത്താവ് അഴിക്കുന്നതായിട്ട് കാണുന്നു. നമുക്ക് നമ്മുടെ ശുശ്രൂഷ തുടരാം. അപ്പോൾ ഇനിയും നമ്മളിതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന കുറേ ബ്ലോക്സിനെ കുറിച്ച് ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന സാമ്പത്തിക ഞെരുക്കം. തീർച്ചയായും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമുക്കറിയാം സാമ്പത്തിക പശ്ചാത്തലം ആകെ ലോകമാസകലം വലിയ പാഠന ആയിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം ഇനിയിപ്പോൾ അത് കൊടുമ്പിരിക്കൊള്ളുന്നു. അതിൻ്റെ പശ്ചാത്തലം തീർച്ചയായിട്ടും ഇതിനേക്കാളും ഒക്കെയുള്ള വലിയ ഭീകരമായ അവസ്ഥകൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ഒരുപക്ഷെ നമ്മുടെ ബിസിനസ്സിനകത്ത് നമ്മളെടുക്കുന്ന ചില റോങ് ഡിസിഷൻസ്, അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ചില നമ്മൾ പങ്കുകച്ചവടമൊക്കെ നടത്തുമ്പോൾ ചില ആളുകളെ നമ്മൾ കൂട്ടിനെടുക്കും. പണി കിട്ടാൻ വേറൊന്നും വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്നൊരു ഉദാഹരണം കർത്താവ് ഓർപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ ഷാർജയിൽ പോയൊരു ഡെലിവറൻസ് ചെയ്തതാണ്. അപ്പോൾ ആ ഷാർജയിലെ ഡെലിവറൻസ് ഒരു കത്തോലിക്ക സഹോദരൻ, അൽമായ സഹോദരൻ തുടങ്ങിയ ഒരു നല്ല ബിസിനസ്, കോടികളുടെ ടേൺ ഓവർ ഉണ്ടായിരുന്നു. കുറേ വർഷം വളരെ നന്നായിട്ടത് ഫ്ലറിഷ് ചെയ്തു. ആ ബിസിനസ് പെട്ടെന്ന് അദ്ദേഹത്തിനൊരു രോഗം വന്നു. ആൾ പെട്ടെന്ന് 45 വയസ്സേ ഉള്ളൂ, പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആ ബിസിനസ് ഏറ്റെടുത്തു. ഈ ചെറുക്കനത് ഏറ്റെടുത്തത് മുതൽ കുടുംബജീവിതം ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഒരു വിധത്തിലും മര്യാദയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വലിയ കടബാധ്യതയിലേക്ക് പിന്നെയും അദ്ദേഹം വീണ്ടും അങ്ങനെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യൻ അവിടെ ജോലി കിട്ടി അവിടെ ചെന്നതാണ്. അപ്പോൾ അവിടെ മുഴുവൻ പ്രശ്നമായതുകൊണ്ട് അവൻ പറഞ്ഞു, വെച്ചാൽ കഷ്ടിച്ച് ശമ്പളം കിട്ടുന്നുണ്ട്, എന്നാലും മുമ്പോട്ട് പോകാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോനെ, നിന്നിലൂടെ വലിയൊരു സൗഖ്യം കർത്താവ് ഇവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ തൽക്കാലം ചാടിയൊന്നും പോകേണ്ട, അവിടെ നിൽക്കാൻ പറഞ്ഞു. ഷാർജയിലാണ്. അപ്പോൾ അവരവിടെ പള്ളിയുടെ അടുത്ത് തന്നെയാണ് വീട്. ഒരു 5 മിനിറ്റിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ കാര്യമേ ഉള്ളൂ. അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാമെന്നാണ്. പക്ഷേ ഒറ്റ ദിവസം പോലും പള്ളിയിൽ പോകുകയില്ല. ഹല്ലേലൂയ. ജീവിത പങ്കാളി ഒരു വളരെ ലോ പ്രൊഫൈലിൽ വന്ന ആളാണ്. ഈ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞ് കാണാൻ നല്ല മിടുക്കിയാണ്. പക്ഷേ ഇങ്ങനെ കല്യാണമൊക്കെ നടന്നു. അപ്പോൾ അവൾ ഇച്ചിരിയുടെ മോഡേൺ ആകാൻ ശ്രമിച്ചു. മോസ്റ്റ് മോഡേൺ, അൾട്രാ മോഡേൺ. ചുരുക്കം പറഞ്ഞാൽ അവളെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഈ ചെറുക്കനെ അല്പം മദ്യപിക്കുമായിരുന്നു. പിന്നീട് ഭാര്യയും ഒത്തിരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. പിന്നെ കൂട്ടുകാരുടെ സംഘം ചേർന്ന് മദ്യപിക്കാൻ തുടങ്ങി. ഇപ്പോൾ സൊസൈറ്റി ലേഡിയായിട്ട് ചേച്ചി ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഞങ്ങൾ ഡെലിവറൻസ്. അപ്പം ആദ്യമേ തന്നെ കർത്താവ് സന്ദേശം തന്നു, ശക്തമായ പ്രാർത്ഥന വേണം. അതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു, നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം അതായത് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോലുമുള്ള പൈസ അവിടെ ഇല്ല. എൻ്റെ കൂടെ ഒരു ബ്രദറും കൂടിയാണ് പോവുക. അപ്പോൾ അതിന് പോലും പൈസ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഏറ്റവും ചീപ്പ് ഫ്ലൈറ്റ് എന്ന് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ അറേഞ്ച് ചെയ്താൽ മതി. അങ്ങനെ ഫ്ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തു. എനിക്കന്ന് കറക്റ്റ് ആ ദിവസം വന്നപ്പം സാത്താൻ നമുക്കിട്ടൊരു തടസ്സം വെച്ചു. എങ്കിലും ഞാനിവിടെ നിന്ന് ഓൺലൈനിൽ ഡെലിവറൻസ് ചെയ്തു. ബ്രദറിനെ കൂടെ വരുന്ന ബ്രദറിനെ അവിടെ വിട്ടു. അപ്പോൾ അങ്ങനെ കുറേ മേഖലകൾ ഓരോ ദിവസവും ഓരോരോ മേഖലകളെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസമായപ്പോഴത്തേനും ഓരോ ദിവസവും ഇങ്ങനെ പ്രാർത്ഥന കഴിയുന്നു. 3-ാം ദിവസമായപ്പോഴത്തേനും ഇന്ത്യയിൽ നിന്ന് ഒരാൾ സ്പെഷ്യലായിട്ടൊരു ഫ്ലൈറ്റൊക്കെ പിടിച്ച് അവിടെ ചെന്നിട്ടുണ്ട്. അയാൾ ഈ കമ്പനിയുടെ ആദ്യകാലത്തെ അക്കൗണ്ടൻ്റാണ്. ഇഷ്ടംപോലെ തിരിമറി നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കമ്പനിയുടെ ഫുൾ കൺട്രോൾ അദ്ദേഹത്തിന് കൈ വരാൻ വേണ്ടി അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിക്ഷേപിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞതാണ്, എനിക്ക് 4 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അയാൾ ഫ്ലൈറ്റ് പിടിച്ച് ഈ പറഞ്ഞ കമ്പനിയുടെ ഓണറെ കാണാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് നേരത്തെ മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ അദ്ദേഹം ക്ഷമയൊക്കെ ചോദിച്ച് കാലൊക്കെ പിടിച്ച് അയാൾ അങ്ങനെ പോയി.
അപ്പോൾ 5-ാമത്തെ ദിവസം ആയപ്പോൾ ഡെലിവറൻസിൻ്റെ 3 മേഖലയും കഴിഞ്ഞു. 4-5 ദിവസം അതിൻ്റെ ബാക്കിയുള്ള ചില പ്രേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. 5-ാമത്തെ ദിവസം ആയപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഫ്ലൈറ്റ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പോലുമുള്ള പൈസ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. 5-ാമത്തെ ദിവസം അദ്ദേഹത്തെ അവിടുത്തെ വലിയൊരു കമ്പനി അവിടുത്തെ മാനേജർ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളെ 1.5 വർഷം മുമ്പ് നിങ്ങളൊരു റിക്വസ്റ്റ് വെച്ചിരുന്നു ഞങ്ങളുടെ കമ്പനിക്ക്. എന്ന് വെച്ചാൽ ഇതാണ് ഈ കാർഗോയിലൊക്കെ അയക്കുന്ന വലിയ വലിയ പെട്ടികൾ, തടിപ്പെട്ടികൾ ഉണ്ടാക്കുന്ന ജോലിയാണ് ഇവിടെ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുറേ നല്ല കമ്പനികളൊക്കെ ഇപ്പോൾ അവർക്ക് പാക്കേജ് കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം തലേദിവസം വിളിച്ച് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ അവരുടെ പോർട്ടിൻ്റെ ടാക്സും കൂട്ടി. 1 ലക്ഷം ദിനാർ അവരവിടെ കെട്ടിവെച്ചെങ്കിൽ മാത്രമേ അവർക്ക് പോർട്ടിൽ നിന്നും തടി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം വീണ്ടും പൈസ ഇല്ലാത്ത മനുഷ്യൻ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനാണ്? അപ്പോഴാണ് പിറ്റേ ദിവസം ഈ പറഞ്ഞ കമ്പനി ഓർഡർ കൊടുത്തു, 1.5 ലക്ഷം ദിനാർ അഡ്വാൻസ്. 1 ലക്ഷം അദ്ദേഹം കൊണ്ട് അവിടെ കൊടുത്തു. പിറ്റേ ദിവസം തന്നെ ഒരു വർക്ക് തുടങ്ങി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് അതുമാത്രമല്ല, ഓരോ ദിവസം ഇത് വലിയ വലിയ കമ്പനികൾ ഇങ്ങോട്ട് വിളിച്ച് ഓർഡർ കൊടുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇതാണ് ചില ബന്ധനങ്ങൾ നമ്മളെ വിട്ടുപോകുമ്പോൾ, അഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീഡം. അപ്പോൾ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമുക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. നമ്മുടെ ചില ജീവിതത്തിൻ്റെ ചില മേഖലകളിലുള്ള പാളിച്ചകളാകാം, അല്ലെ തലമുറകളിലൂടെ വന്ന ചില തിന്മകളുടെ സ്വാധീനമാകാം, ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകെട്ടോ സൗഹൃദമോ ഒക്കെ അതിലൂടെ വരുന്ന തിന്മകളുടെ സ്വാധീനമാകാം. ഇനി അത് മാത്രമല്ല, ഇവിടെ ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ഈ പറഞ്ഞ ഒരു മുസ്ലിം പാർട്ട്ണറുണ്ട്, അദ്ദേഹത്തിന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്. അദ്ദേഹമാണ് അക്കൗണ്ട്സ് മുഴുവൻ മാനേജ് ചെയ്യുന്ന ആൾ. ഇവിടെ കിട്ടുന്ന ഓർഡറുകളുടെ പൈസ മുഴുവൻ അദ്ദേഹം ഇങ്ങനെ മുതലാളിക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നഷ്ടം മാത്രം. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം. അപ്പോൾ 4-ാമത്തെ ദിവസം പ്രയർ കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സിസ്റ്റം മുഴുവൻ അടിച്ചുപോയി. ഹല്ലേലൂയ. അപ്പോൾ ഈ കള്ളക്കണക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സിസ്റ്റവും സോഫ്റ്റ്വെയർ ഉൾപ്പെടെ സകലതും ഡിലീറ്റഡായി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പോയ പൈസ എങ്ങോട്ട് പോയെന്നോ തിരിച്ചെടുക്കാനുള്ള വഴിയോ അറിയാൻ മേലാത്ത അവസ്ഥയിലേക്ക് ചാർട്ടേഡ് അക്കൗണ്ട് ഇങ്ങനെ ക്ലിപ്പിട്ട് പോലെ ഇരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് അവരെ ഇച്ചിരി വഴി തെറ്റാൻ തുടങ്ങിയപ്പോൾ ഞാൻ വാണിംഗ് കൊടുത്തു. എന്തായാലും അവർ വാണിംഗ് അത്ര സ്വീകരിച്ചില്ല. കാരണം മദ്യപാനവും ഒക്കെ ആയിട്ട് അങ്ങ് തുടർന്നു, പള്ളിപ്പോക്കും നിർത്തി. കർത്താവ് കൊടുത്തതെല്ലാം അതേപടി 1 മാസം കൊണ്ട് എടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നമ്മൾ നന്നായിട്ട് തിരിച്ചറിയും. അപ്പോൾ ദൈവത്തോട് ചേർന്ന്, നമ്മൾ തമ്പുരാനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കർത്താവിൻ്റെ കരം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതേ സമയം നമ്മൾ ദൈവത്തിൻ്റെ കരമൊക്കെ വിടുവിച്ചിട്ട് എന്നെക്കൊണ്ടാവും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പോകാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് തകർച്ചകളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇച്ചിരി അഹങ്കാരിയാണെന്ന് ചോദിച്ചാൽ അഹങ്കാരിയായിരുന്നു എന്നുള്ളതാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ 2D 3D ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. 2000 ഈ സ്ഥാപനം ഞാൻ തുടങ്ങി. അപ്പോൾ ആ കർത്താവ് ഒരു ബോധ്യം തന്നു, അതനുസരിച്ച് ഞാൻ ഒരു പ്രസ്ഥാനം തുടങ്ങി. അപ്പോൾ അന്ന് ഹോളിവുഡ് സിനിമയിലൊക്കെ ഉപയോഗിക്കുന്ന, അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നതാണ്, ഒത്തിരി സോഫ്റ്റ്വെയറുകളുണ്ട്. അതെല്ലാം നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. അങ്ങനെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊരു മനോരമ ഒരു ചാനൽ, ഒരു സപ്ലിമെൻ്റൊക്കെ ഇറങ്ങാൻ വേണ്ടിയൊക്കെയുള്ള ഒരുക്കങ്ങളൊക്കെ ആയി. അപ്പം നമുക്ക് എത്ര ഒരു തലക്കനമൊക്കെ കൂടുമല്ലോ, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അപ്പം അന്നേരമാണ് കർത്താവ് ഒരടി എനിക്കിട്ട് തന്നത്. ഹല്ലേലൂയ. അടി നന്നായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് തമ്പുരാൻ്റെ വഴി. അപ്പോൾ അടിച്ച് നമ്മളെ താഴിടും. അപ്പോൾ പിന്നീട് ധ്യാനകേന്ദ്രമൊക്കെ ചെല്ലുമ്പോൾ കർത്താവ് പറയുന്നതാണ്, നീ എളിമപ്പെട. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നാ ഇനി എളിമപ്പെടാനല്ല, ഞാനെല്ലാം ചെയ്യുന്നുണ്ട്. തകർച്ചകളെല്ലാം വന്നു, അതൊക്കെ സന്തോഷമായിട്ട് സ്വീകരിച്ചല്ലോ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊരു വലിയ കൃപയായിരുന്നു. പക്ഷേ കർത്താവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കർത്താവ് വീണ്ടും പറയുന്നതാണ്, നീ എളിമപ്പെട. ഞാനെല്ലാം എൻ്റെ ഈ തല കണ്ടമാനങ്ങ് വലുതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഈ തല കൊണ്ട് മാത്രം ചിന്തിച്ച് തലയ്ക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ അംഗീകരിക്കുള്ളൂ. അങ്ങനെ ഒരു അമിതമായ ആത്മവിശ്വാസത്തിലേക്ക് പോയി. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ അഹങ്കരിക്കാനൊന്നുമില്ല, നീ എളിമപ്പെട. പക്ഷേ പ്രിയമുള്ള സൗരന്മാരെ, ഒരു പൗരോഹിത്യത്തിൻ്റെ വില ഞാൻ തിരിച്ചറിഞ്ഞത് മീഡിയയുടെ ഫീൽഡിൽ വന്നപ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ അച്ഛന്മാർക്ക് പലർക്കും നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ വില എന്നാണ് അറിയാൻ പാടില്ലാത്തൊരു കാലമാണ്. അത് നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്.
ഞാൻ പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് വന്ന പാടെ തുടങ്ങിയൊരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു വിഷയം കൊണ്ട് തുടങ്ങി. അപ്പോൾ കർത്താവ് വലിയൊരു വഴികളൊക്കെ തുറന്നു തന്നു. അപ്പോൾ നമുക്കൊത്തിരി സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ അതേസമയം കമ്പ്യൂട്ടർ സംബന്ധമായിട്ടൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മേഖലയിലാണ് കർത്താവ് എന്നെ കൊണ്ടുവന്ന് വെച്ചതും കർത്താവ് വഴി നടത്തിയതും. അപ്പോൾ ഞാനെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് തെണ്ടാൻ നന്നായിട്ട് അറിയാവില്ല, അച്ഛന്മാർക്കൊക്കെ പ്രത്യേകിച്ചു. അപ്പോൾ ഞാൻ ഈ സോഫ്റ്റ്വെയറുള്ള കമ്പനികളെല്ലാം അമേരിക്കയിലുള്ള വലിയ വലിയ കമ്പനികളാണ്. അപ്പോൾ അവരുടെയൊക്കെ അടുത്ത് ഒരു വിസിറ്റിംഗ് കാർഡ് മാത്രമേ ഉള്ളൂ, ഫാദർ ടോമസ് കളപ്പുരയിൽ MTH, മാസ്റ്റർ ഓഫ് തിയോളജി. അപ്പോൾ എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് ചോദിക്കുകയാണ്, അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെയാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ പ്ലാനുണ്ട്. കുട്ടികൾ പാവപ്പെട്ട കുട്ടികൾക്കുള്ള പരിശീലനമാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഡിസ്കൗണ്ട് തരണം. അപ്പോൾ ഞാനൊരു സോഫ്റ്റ്വെയറിന് വില ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 1.5 കോടിയുള്ളൂ ഫാദർ. എത്രയാണ്? 1.5 കോടി. ഞാനപ്പോൾ കേട്ടപ്പോൾ തന്നെ കൂടിപ്പോയി. അതുപോലത്തെ വിലയാണ്. അപ്പോൾ രൂപയ്ക്ക് മൊത്തം ആകാപ്പാടെ ഒരു പ്ലാൻ 25 ലക്ഷം രൂപ മുടക്കാനേ ബഡ്ജറ്റുള്ളൂ. ഈ 1.5 കോടി കേട്ടപ്പോൾ തന്നെ എൻ്റെ സകല ജീവനും പോയി. എങ്കിലും ഞാൻ നമ്മളെ പിടിച്ചു നിൽക്കണമല്ലോ, പിടിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ലെറ്റ്സ് വർക്ക് ഔട്ട് എ സ്ട്രാറ്റജി ഫോർ ഇറ്റ് സോ ദാറ്റ് ദ യങ് പീപ്പിൾ ഹു ആർ ജോബ്ലെസ് ക്യാൻ ഗെറ്റ് ദ പ്ലേസ്മെൻറ്റ്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ സോപ്പിട്ട് ആ ബന്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആ സമയത്ത് നമ്മൾ മമ്മി റിട്ടേൺസ് പോലെ സിനിമകൾക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറൊക്കെ ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഫസ്റ്റ് ലൈസൻസോടുകൂടി നമ്മൾ പരിശീലനം ആരംഭിച്ചു. പ്രിയമുള്ളവരെ, എന്തായാലും ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്. ഇപ്പോൾ കർത്താവ് അങ്ങനെ എളിമപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എന്നെ ഉയർത്താൻ തുടങ്ങിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: എനിക്കെവിടെയെങ്കിലും എൻ്റെ ബുദ്ധിയെ അമിതമായി ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ അമിതമായി ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ചില ഉപദേശം തരുന്ന ആളുകൾ കാണും, അവരെ അമിതമായി ആശ്രയിക്കുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ അത് കർത്താവിന് ചേർന്നതല്ല. കർത്താവ് നമ്മളോട് സംസാരിക്കും. അത് കേൾക്കാൻ നമ്മുടെ കാതുകൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. ഒരു 3 ഹല്ലേലൂയ പറഞ്ഞ് ശക്തിയോടുകൂടി ഉണർവോടെ ഹല്ലേലൂയ. ഇങ്ങനെ ശക്തിയോട് പറയുമ്പോൾ തന്നെ ചില കെട്ടുകൾ ഇങ്ങനെ വിട്ടുവിട്ട് പോകുന്നത് എനിക്കിവിടെ നിന്നുകൊണ്ട് കാണാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതുകൊണ്ടാണ് ഉച്ചത്തിൽ നമ്മൾ സ്തുതിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ സ്ട്രെയിൻ വന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനെന്ന ഭാവം, പിന്നെ തെറ്റായ കൂട്ടുകെട്ട്, അല്ലെങ്കിൽ നമ്മൾ പങ്കുവെച്ചോടെന്നൊക്കെ പറയില്ലേ, അങ്ങനെ തിന്മകൾ ധാരാളമായിട്ട് നമ്മുടെ മേഖലകളൊക്കെ വരാം. ഒത്തിരി തകരുന്ന ബിസിനസ് മേഖലയിലുള്ള ആളുകളെ അച്ഛന് പല രാജ്യങ്ങളിലായിട്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തിരിച്ചറിയും. രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സമാണ് പ്രയർ ലൈഫ്. ഇപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന എല്ലാ വീടുകളിലും ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും ഒന്ന് കൈവയ്ക്കുകയേ ഉണ്ടോ? ചിലർത്തത് കൈ പൊങ്ങാൻ ഒരു മടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു കാര്യം ഓർത്തോണം, പണി മേടിച്ച് കെട്ടാൻ വേറൊന്നും ചെയ്യേണ്ട, പ്രാർത്ഥിക്കാതിരുന്നാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? സാത്താന് നിങ്ങളുടെ ജീവിതത്തിൽ കയറി പണിയാൻ അവസരം കൊടുക്കുന്നതാണ് പ്രാർത്ഥനയില്ലാത്ത ജീവിതം. ഹല്ലേലൂയ. ഞാൻ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കാം. വീട് പണി നടക്കുമ്പോൾ തടസ്സമുണ്ടാകുന്നതാണോ ഉണ്ടാകാതിരിക്കുന്നതാണോ നല്ലത്? പറഞ്ഞു. വീട് പണി നടക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണോ ഉണ്ടാകാത്തതാണോ നല്ലത്? ഉണ്ടാകാത്തത് അല്ലേ? സന്തോഷം. എന്നാൽ അങ്ങനെയല്ലെന്ന് ഞാൻ പറയും. തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, സാത്താന് തീരെ സഹിക്കാൻ മേലാത്തൊരു സ്ഥലത്താണ് നിങ്ങൾ വരെ പണിയുന്നത്. മനസ്സിലായല്ലോ? സാത്താൻ ഇഷ്ടമില്ലാത്തടത്ത് അവിടെ ആർക്ക് ഇഷ്ടമുണ്ട്? ഈശോയ്ക്ക് ഇഷ്ടമുണ്ട്. തിരിച്ചറിയണം. അപ്പോൾ നിങ്ങളുടെ ഭവന നിർമ്മാണ മേഖലയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, അവിടെ കർത്താവ് നിങ്ങളെ കൊണ്ടൊരു ഭവനം പണിയിപ്പിക്കുവാനും, അവിടെ സന്ധ്യാപ്രാർത്ഥനയൊക്കെ നടക്കുന്ന, കർത്താവിനെ കൃത്യമായി വിളിക്കുന്ന ഒരു ഭവനം കർത്താവ് അവിടെ രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം സാത്താൻ എന്തുകൊണ്ടാണ് ഇവൻ കർത്താവിനെ വിളിച്ചാൽ എനിക്കിവിടെ പിന്നെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ ഏരിയ വിട്ടു പോകണം, അപ്പോൾ അവൻ പോകും. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഞാൻ പറയും, പ്രത്യേകിച്ചും ഭവന നിർമ്മാണ മേഖലയ്ക്ക് തടസ്സങ്ങളുണ്ടാകുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് നിങ്ങളുടെ തറയ്ക്ക് ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. കർത്താവ് ഇടപെടും, അതിനൊരു സംശയം വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും കർത്താവ് എടുത്തു മാറ്റുന്ന അനുഭവങ്ങൾ നമുക്കിനിയും ജീവിതത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന കൃത്യമായി നടക്കുന്നുണ്ടോ? ഒന്നും പറയേണ്ട ആവശ്യമില്ല. നടക്കുന്നില്ല എങ്കിൽ അവിടെ ആരാ പിന്നെ ഉള്ളത്? അവിടെ ആരാ ഉള്ളത്? ഉറക്കെ പറഞ്ഞോ. സാത്താൻ വസിക്കുന്ന ഭവനങ്ങൾ ഇന്ന് എണ്ണം കൂടിയിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ?
അപ്പോൾ സാത്താൻ വസിക്കുന്ന ഭവനങ്ങളോ മൺതറകളോ ഇന്ന് നമ്മുടെ ഭവനത്തോട് ചുറ്റുമുണ്ടെങ്കിൽ അവിടെ തിന്മയുടെ അതിശക്തമായ സാന്നിധ്യമുണ്ടാവും. നമ്മൾ നന്നായിട്ട് തിരിച്ചറിയും. അപ്പോൾ ഇന്നലെ ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് ദിവസമായിട്ട് ആ ചേച്ചി ഭയങ്കര കരച്ചിലാണ്. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു തകർച്ചയിലൂടെ കുടുംബം കടന്നു പോവുക. 15 വയസ്സുള്ള മകള് ഇന്ന് വേറൊരു മനുഷ്യനുമായിട്ട് സൗഹൃദമൊക്കെ ആയിട്ട് തെറ്റായ വഴിയിലേക്ക് പോകുന്നു. 15 വയസ്സുള്ള പെൺകുഞ്ഞ്, 13 വയസ്സുള്ള 2 പിള്ളേരെ ഈ അമ്മയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ അവിടെ ചെന്നപ്പോൾ തന്നെ കർത്താവ് സൈൻ കാണിച്ചു. കയ്യിലും ഒരു 5-6 കൈയും വാളും കൊടുവാളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളെ കർത്താവ് കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അടയാളം കിട്ടി. എന്താണ്? ഞങ്ങളുടെ വണ്ടി ഓട്ടോ ലോക്കായിപ്പോയി. പിന്നെ വേറെ ആളെ കൊണ്ടുവന്ന് അത് തുറന്നിട്ടാണ് ഞങ്ങളുടെ താക്കോലെടുത്ത് വണ്ടി ഓടിച്ച് ഞങ്ങൾക്ക് വരാൻ പറ്റിയത്. അപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം ഇതാണ്, ഇന്നത്തെ ശുശ്രൂഷകളുടെ കർത്താവ് കുറേയേറെ വിടുതൽ കർത്താവ് തരാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ ഇവിടെ എത്തിക്കാതിരിക്കാനുള്ള മാർഗം സാത്താൻ ആലോചിച്ചു. പക്ഷേ അതിനപ്പുറത്ത് കർത്താവ് വഴി കണ്ടിരുന്നു. ആ സമയത്ത് ആളവിടെ വന്നു. അരമണിക്കൂർ കൊണ്ട് അവിടെ ഞങ്ങൾക്ക് പോരാൻ സാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചില ആളുകൾക്ക് ഉറക്കം വരും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില ബന്ധനങ്ങൾ അഴിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഫ്രഷായിട്ടിരിക്കും. അതേസമയം നിങ്ങൾക്ക് ആ സമയത്ത് അതികഠിനമായ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചന ഇതാണ്, സാത്താൻ നിങ്ങളെ കൊണ്ട് ഇത് കേൾപ്പിക്കുകയില്ല. നിങ്ങളുടെ പ്രശ്നത്തിന് തലയൂരി പോകാൻ നിങ്ങളെ അനുവദിക്കുകയുമില്ല. നന്നായിട്ട് തിരിച്ചറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥന, നമ്മുടെ സന്ധ്യാപ്രാർത്ഥന അല്ലെങ്കിൽ പ്രഭാത പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷമാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇത്രയേറെ ക്രൈസിസ് ഉണ്ടായത്. പാലായിലും കാഞ്ഞിരപ്പള്ളിയിലൊക്കെയുള്ള ഒത്തിരി അച്ചായന്മാർ, നമുക്കറിയാലോ അച്ചായന്മാരെന്ന്, തൃശ്ശൂരുകാരൊക്കെ വലിയ അച്ചായന്മാർ. അപ്പോൾ മോശമില്ലാത്ത ആളുകളാണ് ഇവിടെയുള്ളതെല്ലാം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിൽ പുറകോട്ട് പോകുന്നു? നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ്, ദൈവത്തോടുള്ള ബന്ധം നമുക്ക് ആഴം കുറയുകയും ഉപരിപ്ലവമായ പ്രാർത്ഥനകളോ ശുശ്രൂഷകളായിട്ട് നമ്മൾ പോവുകയും ചെയ്യുമ്പോൾ സാത്താൻ നമ്മളെ കൂടുതൽ ഭരിക്കും. അപ്പോൾ ഇതുമായിട്ട് ചേർത്ത് ബന്ധപ്പെട്ട് കർത്താവ് ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ പ്രത്യേകം കുറിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഈ ദേശത്തെ നമ്മുടെ തിരുനാളുകൾ, പ്രത്യേകിച്ചും ഹൊറിബിൾ കേട്ടോ, വളരെ വേണമല്ലോ. കർത്താവിന് ഒറ്റ വിഷയമില്ലാത്ത കാര്യം. എനിക്ക് അന്തോണീസ് സെബാസ്റ്റ്യനാണ് വിരോധമൊന്നും വേണ്ടാണ്ടായില്ല. പക്ഷേ ഇന്ന് നമ്മുടെ തിരുനാളുകൾ എന്ന പേരിൽ നമ്മൾ ഇന്ന് നടത്തിക്കൂട്ടുന്ന പല കാര്യങ്ങളും കർത്താവിന് ഹിതകരമല്ല എന്ന് പറയാൻ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. കാരണം ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്, നിങ്ങൾ എന്നെ വിളിക്കുകയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഈ ദേശത്തിൻ്റെ വലിയൊരു ശാപമാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ നന്നായിട്ട് തിരിച്ചണം. തിരുനാളുകൾ നടത്തണം, ആത്മീയമായിട്ട് നടത്തണം. ഓരോ വീടിൻ്റെ വാതിൽക്ക് കൊണ്ടുവന്ന് വാൻ്റെ വേളും വെടിക്കെട്ടും നടത്തിയിട്ട് കർത്താവിന് എന്തുണ്ടാവാനാ? അവിടെ പോകുന്ന ആളുകൾ ഒത്തിരിയേറെ പാപത്തിൽ മുഴുകുന്നതും ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് ശീലിക്കുന്നതും അമ്പ് പെരുന്നാളിനനുബന്ധിച്ചാണ്. ശരിയല്ലേ? ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കുക. അപ്പം അതുകൊണ്ട് ഇടവക പള്ളി എടുക്കാൻ വേണ്ടി പിതാവ് പറഞ്ഞപ്പം എനിക്കുണ്ടായ ഒന്നാമത്തെ പേടി എന്ന് പറയുന്നത്, ദൈവമേ, ഞാൻ ഇത്രയും ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഒരുക്കത്തിൽ സ്വർഗത്തിൽ പോവുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ ഞാൻ സ്വർഗത്തിൽ പോവോ? തന്നെ നിങ്ങൾ വരുമ്പോൾ മിഴിച്ചിരിക്കുന്നത്, മറുപടി പറ. സ്വർഗത്തിൽ പോവോ? ഇല്ല. അച്ഛന്മാരുടെ കാര്യമാകും പുകയാ, കട്ട പുകയാ. മനസ്സിലായല്ലോ? നിങ്ങളെക്കൊണ്ട് ഈ തിരുനാളുകളെല്ലാം നടത്തിച്ച്, കാരണം അച്ഛനായിരിക്കും നേതൃത്വം കൊടുക്കുന്നത്, അല്ലെ ചിലപ്പോൾ വിശ്വാസികളായിരിക്കും. അപ്പോൾ നിങ്ങളെക്കൊണ്ട് ഈ പാപമെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവസാനം ഈ അച്ഛൻ സ്വർഗത്തിൽ ചെല്ലുമ്പം അച്ഛൻ എത്ര പള്ളിയിൽ ഇരുന്നച്ചാ? ഇപ്പോൾ കർത്താവ് പത്രോസ്ലിയ ലിസ്റ്റ് നോക്കും. അതുകൊണ്ട് ഇങ്ങനെ അധികം പള്ളിയിൽ ഇരുന്നിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള എൻ്റെ വഴി എളുപ്പമാണ്. ഹല്ലേലൂയ. ആകപ്പാടെ 2 പള്ളികളിൽ ഇരുന്നിട്ടുള്ളൂ. ഒരു പള്ളിയിൽ കൊച്ചച്ഛനായിട്ട് 5 വർഷം, അതൊരു വല്ലാത്ത ഇരിപ്പായി പോയി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ശുശ്രൂഷാ ജീവിതം. പിന്നീട് ഈ ശുശ്രൂഷയുമായിട്ട് പോവുകയാണ്. ഇപ്പോൾ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ ദൈവത്തിന് അഹിതമായ, ദൈവത്തെ പോലും മറന്നുകൊണ്ടുള്ള ആഘോഷങ്ങൾ, ആചാരങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ കേന്ദ്രങ്ങളാണ്, പ്രത്യേകിച്ചും തൃശ്ശൂർ മേഖല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കും അറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ അർത്ഥസമ്പൂഷ്ടമായിട്ട് തിരുനാളുകൾ ആഘോഷിക്കണം. തിരുനാളുകളായിരുന്നു പണ്ട്.
ഇപ്പോഴാ പെരുന്നാളുകളായിട്ട് മാറി. ഈ ചണ്ടമേളും കൂത്തും ആട്ടവും. അതുകൊണ്ട് എന്ത് വേണ്ടി നമ്മുടെ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയുടെ തിരുനാളിന് അർത്ഥനഗ്ന നൃത്തമാണ് അവിടുത്തെ ആളുകളെല്ലാം കൂടി നടത്തിയത്. പള്ളിയിലല്ല, പള്ളിയുടെ പരിസരത്ത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. മനസ്സിലായാലോ? ഇതാണ് സഭ പോകുന്ന പോക്ക്. അപ്പോൾ ഇവിടെ കർത്താവ് വിരമിക്കുന്നു ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. നമ്മുടെ തിരുനാളുകളാകുമ്പോൾ കർത്താവിൻ്റെ ചങ്കിടിപ്പ് കൂടുക. അപ്പോൾ ഇത്തവണ എത്ര എണ്ണം പഴിക്കും, എത്ര എണ്ണം തെറ്റായ വഴിയിലേക്ക് പോകുമെന്ന് കർത്താവിന് തന്നെ അറിയാം. അതുകൊണ്ട് ഇതിങ്ങളുടെ ആത്മനാശത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് കർത്താവ് വിലപിക്കുന്നു. ഇവിടെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഞാൻ പറയും, നമ്മുടെ തിരുനാളുകൾ തീർച്ചയായിട്ടും കർത്താവ് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഞാനിന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളുടെ കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന ഒക്കെയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള തിന്മകളുടെ സ്വാധീനം കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ന് തിരിച്ചറിയാം.